BCS O11 ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1 സോഫ്റ്റ്വെയർ എവല്യൂഷനാണ് ഇനി എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ പലതരത്തിലുള്ള എവല്യൂഷനുകൾ, 3 രീതിയിലുള്ള എവല്യൂഷനുകൾ പറയുന്നുണ്ട്. മെയിൻ ഫ്രെയിം, ഫയൽ ഷെയറിങ്, ക്ലയൻറ്റ് സെർവർ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, സ്ട്രക്ചേർഡ്, നോൺ സ്ട്രക്ചേർഡ്, കമ്പോണൻറ്റ് ബേസ്ഡ്, സർവീസ് ഓറിയൻറ്റഡ്, അങ്ങനെ കുറേ ലാംഗ്വേജുകൾ, അതിൻ്റെ ലൈസൻസിങ്, പിന്നെ എത്ര തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്, ഏതൊക്കെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് പറയുന്നത്. എന്താ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ശരിക്കും 2 പാർട്ടാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുക കമ്പ്യൂട്ടർ സിസ്റ്റം. ഒന്ന് ഹാർഡ്വെയറും പിന്നെ ഒന്ന് സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീബോർഡ്, മൗസ്, ഹാർഡ് ഡിസ്ക്, പ്രിൻ്റർ, സ്കാനർ, അങ്ങനെയുള്ള എല്ലാം നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഫിസിക്കലായിട്ടുള്ള കമ്പോണൻറ്റുകളെല്ലാം നമ്മൾ എന്തെന്ന് പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് സിമ്പിൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോരോ ലൈനുകളിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാം. അപ്പോൾ എന്ത് ടാസ്ക്കാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുകളായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാലാണ് ഹാർഡ്വെയറിന് ഇൻ്റലിജൻസ് കൊടുക്കുന്നത് ശരിക്കും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. അതായത് ഹാർഡ്വെയർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് സോഫ്റ്റ്വെയറാണ്. സോഫ്റ്റ്വെയർ റൈറ്റ് ചെയ്യുന്ന ആളാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് ഈ സോഫ്റ്റ്വെയർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ റൈറ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ എന്താ ചെയ്യുന്നത്? കോഡ് ജനറേറ്റ് ചെയ്യുക അല്ലേ? ആ കോഡ് ജനറേറ്റ് ചെയ്യുന്ന കോഡ് സോഫ്റ്റ്വെയർ ആയിട്ട് എന്ത് ചെയ്യും? സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഹാർഡ്വെയറിനെ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇതാണ് ശരിക്കും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള റിലേഷനായത്. സോഫ്റ്റ്വെയർ ആണ് ഹാർഡ്വെയറിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് എന്ത് കാര്യം ചെയ്യണം എന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞ അതിൻ്റെ എവല്യൂഷനുകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ആർക്കിടെക്ചറിൻ്റെ എവല്യൂഷനെ പറ്റിയാണ്. മെയിൻ ഫ്രെയിമാണ് ആദ്യം പറയുന്നത്. മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ എല്ലാം പല ഹോസ്റ്റുകളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ. അതായത് നടുക്കൊരു മെയിൻ ഫ്രെയിം ആയിട്ട് കിടക്കും. അതായത് മെയിൻ ഫ്രെയിം മെഷീൻ എന്ന് പറയും. ഇതിനകത്താണ് ആപ്ലിക്കേഷനും ഡേറ്റാബേസും ഒക്കെ കൊടുക്കുന്നത്. അതാണ് സെൻട്രൽ ഹോസ്റ്റ്. അതിനകത്തോട്ട് എല്ലാ ടെർമിനലുകളും എന്ത് ചെയ്യും? കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മെയിൻ ഹോസ്റ്റ് വഴിയാണ് ഇവരിലോട്ടെല്ലാം മെസ്സേജുകൾ പാസ് ചെയ്യുന്നത്. പിന്നെയുള്ളൊരു ഒരു ആർക്കിടെക്ചറാണ് ഫയൽ ഷെയറിങ് എന്ന് പറയുന്നത്. ഫയൽ ഷെയറിങ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നടുക്ക് ഇങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ടൊരു ഫയൽ സെർവർ കാണും. ആ ഫയൽ സെർവറിൽ നിന്ന് പല വർക്ക് സ്റ്റേഷനിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊരു മിനി ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലൊക്കെ ചെല്ലുമ്പം അവിടെ ഒരു പ്രിൻ്റർ കാണും. ഇതാണ് ഷെയർഡ് റിസോഴ്സ്. ഉണ്ടോ? പ്രിൻ്റർ 2 എണ്ണം കാണും. 2 പ്രിൻ്റർ അവിടെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ആ 2 പ്രിൻ്റർ ചിലപ്പോൾ മെയിൻ കമ്പ്യൂട്ടറുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ? സെൻട്രലൈസ്ഡ് ഇതുപോലുള്ള മെയിൻ കമ്പ്യൂട്ടറുമായിട്ട്. ബാക്കിയുള്ള എല്ലാ വർക്ക് സിസ്റ്റങ്ങളും ഇവരോട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടുന്ന് എന്തയച്ചാലും നമുക്ക് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റർ വഴിയല്ലേ പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ പ്രിൻ്റർ എന്ത് ചെയ്യും? ഇവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ റിസോഴ്സുകൾ കണക്ട് ചെയ്ത് സെൻട്രൽ ഫയൽ സെർവർ വെച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ വർക്ക് സ്റ്റേഷനുകളെയാണ് നമ്മൾ ഫയൽ ഷെയറിംഗ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ക്ലയൻറ്റ് സെർവർ. അതായത് ക്ലയൻറ്റ് സെർവർ നമ്മുടെ ഇമെയിൽ, ഞാനൊരു മെസ്സേജ് അയക്കുന്നു, അവിടെ ക്ലയൻറ്റും കാണും ഒരു സെർവറും കാണും അല്ലേ? ഞാൻ മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജ് എങ്ങനെ എന്ത് ചെയ്യുന്നു? വേറൊരാളിലേക്ക് പാസ് ചെയ്യുന്നു. സിമ്പിൾ സെർവർ ക്ലയൻറ്റ് സെർവറാണ്. ഞാൻ മെസ്സേജ് എന്ത് ചെയ്തു? പാസ് ചെയ്യുന്ന അയാളുടെ അക്കൗണ്ടിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അയാൾ ആ മെസ്സേജ് കാണുന്നു. അപ്പോൾ അവിടെ ക്ലയൻറ്റും സെർവറും ഉണ്ട്. പിന്നെയുള്ളതാണ് 2 ടയർ. 2 ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെർവറും കാണും ക്ലയൻറ്റും കാണും. അതിനകത്ത് റിക്വസ്റ്റും റെസ്പോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കാണും. ഇനി 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡേറ്റാബേസ് സെർവർ കാണും, നടുക്കൊരു ആപ്ലിക്കേഷൻ സെർവറും ഉണ്ടാവും. എന്നിട്ടാണ് ഒരു ക്ലയൻറ്റ് സെർവർ. അതായത് നമ്മൾ PSCയുടെ സൈറ്റ്, ഫേസ്ബുക്ക് അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഡേറ്റാബേസ് സെർവർ, എവിടെയോ ഒരു ഡേറ്റാബേസ് സെർവർ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ അക്കൗണ്ടും ഇരിക്കുന്ന ഒരു ഡേറ്റാബേസ് സെർവറിൽ നമ്മൾ കാണുന്ന ആ ഫേസ്ബുക്കിൻ്റെ പേജ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ PSCയുടെ സൈറ്റ്, ആ സൈറ്റിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സെർവറായിട്ട് കാണുന്നത്. നമ്മൾ കയറുന്നയാൾ, അതായത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ ക്ലയൻറ്റ് അല്ലെ യൂസർ എന്ന് പറയുന്നത്. നമ്മളല്ലേ ഇങ്ങോട്ട് കൊടുക്കുന്നത് ഇന്ന ആൾക്ക് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞ് ഇന്ന ആൾക്ക് മെസ്സേജ് അയച്ചു. ആ അയക്കുന്ന ആൾ ആപ്ലിക്കേഷൻ സെർവറിൽ ഇരുന്നുകൊണ്ട് അയാൾ ആപ്ലിക്കേഷൻ സെർവറിലൂടെയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ആ സെർവറിൽ നിന്നുകൊണ്ട് കണ്ടു, അത് അയച്ചു, അത് നേരെ ഡേറ്റാബേസ് സെർവറിൽ ചെന്നു. ആ ഡേറ്റാബേസ് സെർവറിൽ നിന്ന് വേണം ഇന്ന ആൾക്കാണ് റെസ്പോൺസ് കൊടുക്കേണ്ടതെന്നുള്ളത്, അവിടെ നിന്ന് എന്ത് എടുക്കേണ്ടതെന്നുള്ളത് എടുത്ത് തിരിച്ച് ആ റെസ്പോൺസ് നമുക്ക് എന്താ കിട്ടിയോ ഇല്ലയോ എന്നുള്ള റെസ്പോൺസ് നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ഇതാണ് 3 ടയർ എന്ന് പറയുന്നത്. N ടയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരിയധികം ആപ്ലിക്കേഷൻ സെർവറുകൾ
പലതായിട്ട് പല ആപ്ലിക്കേഷൻ സെർവറുകളുമാണ്. ക്ലയൻറ്റും സെർവറും ഉണ്ടാവും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ സെർവറുകൾ ഇതിനിടയ്ക്ക് കാണും. ഇങ്ങനെയുള്ളതിനെയാണ് എൻഡ് ടയേർഡ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഇൻ്റർനെറ്റ് ബേസ്ഡ്. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന HTTP റിക്വസ്റ്റുകൾ, അതായത് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടുള്ള റിക്വസ്റ്റുകളും റെസ്പോൺസിബിളും കിട്ടി നമ്മുടെ സെർവറുമായിട്ട് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് സെർവർ വഴി നമുക്ക് ആപ്ലിക്കേഷനുകൾ കിട്ടുന്നത്. ഇതാണ് ഈ ഓൺലൈനായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ നടത്തുക, ഇങ്ങനെയുള്ള വെബ് മെയിലുകൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുന്ന ടെക്നോളജിയാണ് മെയിൻ ഫ്രെയിം ബേസ്ഡ് ടെക്നോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സർവീസുകളാണ്. അതായത് ടിപ്പിക്കലി മീൻ ചെയ്യുന്നതാണ് കൺസ്യൂമറിന് ഡസ് നോട്ട് നോൺ ഓൺ ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അയാൾക്ക് സ്വന്തമായിട്ടില്ല എല്ലാം എന്ത് ചെയ്താണ് ചെയ്യിക്കുന്നത്, നമ്മുടെ ശരിക്കും ഒരു കമ്പ്യൂട്ടിങ് നടത്തുന്ന മുഴുവനും നമ്മുടെ സിസ്റ്റം വഴി തന്നെയാണ്. നമ്മുടെ ഡേറ്റകളെല്ലാം നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ മെയിലിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ കൂടുതൽ ഡേറ്റാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഫോൺ വഴി കണക്ട് ചെയ്ത് നമ്മുടെ ഡ്രൈവ് ഉണ്ട്, ഗൂഗിൾ ഡ്രൈവ് അല്ലേ, ഗൂഗിൾ ഡ്രൈവിലോട്ട് സ്റ്റോർ ചെയ്യും. എപ്പോൾ വേണ്ടത് നമുക്കതിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഷെയർ ചെയ്യാം, സ്കെയിലബിലിറ്റി കൂടുതലാണ്, സെൽഫ് സർവീസാണ്, പേപ്പർ യൂസാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് പേ ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്തതുള്ളതാണ് എവല്യൂഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ പാരാഡിം. ഇനി എന്തൊക്കെ ഡിസൈനുകളാണ്? നോൺ സ്ട്രക്ചേർഡും ഉണ്ട്, സ്ട്രക്ചേർഡും ഉണ്ട്. നോൺ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ അത് പണ്ട് മുതലുള്ള ഒരു പ്രോഗ്രാമിംഗ് മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ഓരോ ലേബൽ ചെയ്ത് കൊടുക്കുക. അതായത് ഈ സ്റ്റെപ്പ് 1 ഇന്ന കാര്യം ചെയ്യണം. ഇത് കണ്ടോ, ഇൻറ്റിജർ ഐ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിനകത്ത് I = 2, എന്നിട്ട് ഗോ ടു സിമ്പിൾ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിൽ ഈ സ്റ്റെപ്പിലേക്ക് പോവുക. 10th സ്റ്റെപ്പിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ടുള്ള കമാൻഡ് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഗോ ടു 2 സ്റ്റെപ്പിൽ 2ലേക്ക് വരിക. അവിടെ കണ്ടിന്യൂ ആണ് കൊടുക്കുന്നത്. ഈ സ്റ്റെപ്പ് മുതൽ താഴോട്ടുള്ളത് കണ്ടിന്യൂ ചെയ്യണം, ഇവിടെ വരെ വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒരു നാച്ചുറൽ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, നോൺ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ. ഇനിയുള്ളതാണ് സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ മോഡുലാർ ഡിസൈൻ പാരാഡിഗം. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ വരുന്ന കോഡുകളെല്ലാം നമ്മളൊരു പ്രൊസീജിയറായിട്ട് മാറ്റുക. അതാണ് സ്ട്രക്ചറൽ ഡിസൈൻ. അതായത് സ്റ്റെപ്പ് 1 എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു പാർട്ടിലേക്ക് പോകും, ഫോൾസ് ആണെങ്കിൽ അടുത്ത പാർട്ടിലേക്ക് പോകും. അപ്പോൾ ഓരോന്നിനും എന്തുണ്ടാവും, ഓരോ പാർട്ട് കാണും. ഒരു പ്രൊസീജിയർ അനുസരിച്ച് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. C ഒക്കെ ഒരു സ്ട്രക്ചേർഡ് ടൈപ്പ് ലാംഗ്വേജാണ്. ഇനിയുള്ളതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. അതായത് ഓരോ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് പോകുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ. സ്കൂളിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണ്, അതിൻ്റെ പ്രോപ്പർട്ടി എൻ്റെ മെത്തേഡാണ് ഈ കാണിച്ചത്. സ്കൂൾ ഒരു ക്ലാസ്, അതിൻ്റെ പ്രോപ്പർട്ടി എൻ്റെ മെത്തേഡ്. അങ്ങനെ ഓരോ ഒബ്ജക്റ്റ് വെച്ച് സ്റ്റുഡൻറ്റ് എടുക്കുകയാണ്, അതിൻ്റെ പ്രോപ്പർട്ടി എൻ്റെ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിലൊരു കണക്ഷനും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതിനെയാണ്. അതിനകത്താണ് ഓരോ ഒബ്ജക്റ്റിനെ എടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഒബ്ജക്റ്റ് ബേസ്ഡ്. കമ്പോണൻറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിലേക്ക് എന്തുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് കമ്പോണൻറ്റ് പാർട്ടുകളെ ബന്ധപ്പെട്ട് വരുന്നതിനെയാണ് കമ്പോണൻറ്റ് ബേസ്ഡ് എന്ന് പറയുന്നത്. ഇനി സർവീസ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പോലെ തന്നെ അതിനകത്ത് കുറച്ചുകൂടെ മോഡൽഡ് ആയിട്ടുള്ള, അതായത് ഒരു യൂണിറ്റ്, ഒരു ഫംഗ്ഷനാലിറ്റി, എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യുക. ബാങ്കിലാണെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുക, ആ ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് വരുന്ന ലാംഗ്വേജുകളാണ് സർവീസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഇനി എവല്യൂഷൻ ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഞാനിപ്പോൾ പറഞ്ഞ പ്രൊസീജിയർ ലാംഗ്വേജ്, നേരത്തെ പറഞ്ഞില്ലേ പ്രൊസീജിയർ ലാംഗ്വേജ്. ഇത് കണ്ടോ, വെർ കളർ, എൻജിൻ, ട്രാൻസ്മിഷൻ ടൈപ്പ്, വെർ മീക്ക്. അപ്പോൾ ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാറിൻ്റെയും പിന്നെ കാറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാർ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓരോന്നുമായിട്ട്. അപ്പോൾ ആ കാറിൻ്റെ കുറേ ഓപ്പറേഷനുകളും കുറേ കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇനിയുള്ളതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാലോ അതിനകത്ത് എൻക്യാപ്സുലേഷൻ, ഡേറ്റാനെയും ഒബ്ജക്റ്റിനെയും കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നതിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടി അല്ല മറ്റൊരു ക്ലാസ് ആ പ്രോപ്പർട്ടീനെ കൂടെ എടുക്കുന്നതിനെയാണ്. ജസ്റ്റ് ആ പ്രോപ്പർട്ടി, ആ ക്ലാസ്സിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ആ ക്ലാസ്സിലുള്ള എല്ലാ പ്രോപ്പർട്ടികളെയും കൂടെ ഇത് മെത്തേഡിനെയൊക്കെ കൂടെ എടുക്കാൻ പറ്റുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് തന്നെ ഒന്നിൽ കൂടുതലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം. ഇതിപ്പോൾ ഉണ്ടോ, ക്ലാസ് വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ളതാണ് കാറ്, കളറ്, എൻജിന്, പിന്നെ ട്രാൻസ്മിഷൻ ടൈപ്പ്, മേക്ക്. അതിനകത്ത് കളറും എൻജിൻ സൈസും ട്രാൻസ്മിഷൻ ടൈപ്പും എല്ലാം കൊടുത്തു. ഇനി കാർ എന്ന് പറയുന്ന ക്ലാസ് വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് കണ്ടോ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യം കോഡ് ഇവിടെ വീണ്ടും എഴുതണ്ട. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇത്രയും കോഡ് ഇവിടെ എഴുതി കൊടുക്കണം താഴെ.
ഇനിയും വേണമെങ്കിലുണ്ടെങ്കിൽ കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് എഴുതി കൊടുക്കാതെ നമുക്ക് ജസ്റ്റ് ആ വെഹിക്കിളിനെ വിളിക്കുകയാണെങ്കിൽ വെഹിക്കിളിനകത്തുള്ള എല്ലാ പ്രോപ്പർട്ടികളും ഇയാൾക്കും കിട്ടും. അതുപോലെ തന്നെ വെഹിക്കിളിനകത്ത് നിന്ന് ഇനിയൊരു ക്ലാസ് വേണമെങ്കിൽ ട്രക്ക് എന്ന് പറഞ്ഞ വേറൊരു ക്ലാസ്സും കിട്ടും. അതിൻ്റെ ഇത്രയും കാര്യം സെയിം ആയിരിക്കുമല്ലോ എല്ലാത്തിനും. കളറും എഞ്ചിൻ സൈസും ട്രാൻസ്മിഷൻ ടൈപ്പും മേക്കും ഇത്രയും കാര്യം എല്ലാത്തിനും വരുന്നതല്ലേ, കോമൺ ആയിട്ട് വരുന്നതാണ്. എക്സ്ട്രാ വരുന്ന എന്താണ്, എക്സ്ട്രാ കാറിന് എന്താ വരുന്നത്, എത്ര നമ്പർ ഓഫ് ഡോറുകൾ വരുന്നുണ്ട്. ട്രക്കിന് എക്സ്ട്രാ വരുന്നത് അതിൻ്റെ ക്യാബ് സൈസും ടോവിങ് കപ്പാസിറ്റി ഒക്കെ ഇതിന് എക്സ്ട്രാ വരുന്നത്. ബാക്കി എത്രയും കാര്യങ്ങളും മറ്റേ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഇൻഡിവിജ്വൽ ലൈസൻസിങ് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നതിന് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നമ്മുടെ നെറ്റിൽ നിന്ന് നമുക്ക് ചുമ്മാ ഡൗൺലോഡ് ചെയ്തെടുക്കാം. കൊമേഴ്ഷ്യൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ലാർജ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈസൻസിങ്. ട്രഡീഷണൽ മോഡൽ എന്ന് പറഞ്ഞാലോ സാധാരണ നമ്മൾ പിന്നെ ലൈസൻസ് ബേസ്ഡ് ആയിട്ട് എടുക്കുന്ന നമ്മുടെ ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ഏതാ പല ഇതുണ്ടല്ലോ, ഓഫീസുകൾ, അതായത് വേർഡ്, എക്സൽ, പവർ പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ റെന്റൽ മോഡലും ഉണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി പാർട്ട്ണർഷിപ്പ് ഒക്കെ വരുന്നത് നമ്മുടെ ലാർജ് ഇപ്പം ഇൻഡസ്ട്രികളിലൊക്കെ വരുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അങ്ങനെ 3 സോഫ്റ്റ്വെയർ ഉള്ളത് അല്ലേ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ്, വിൻഡോസ്, അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സെർവർ പ്രോഗ്രാമുകൾ, ഫയൽ സെർവർ, പിന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ്, മൗസ്, കീബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ, അങ്ങനെയുള്ളതൊക്കെ വർക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ് അവിടെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. പിന്നെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ, അതായത് കമ്പൈൽ ചെയ്യുന്നത്, ഡീബഗ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് പ്രോഗ്രാമിംഗ്. ഇൻ്റർപ്രീറ്റർ, ലിങ്കേഴ്സ്, ഇതൊക്കെയാണ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതുപോലെ തന്നെ മൾട്ടിമീഡിയ ടൂളുകൾ, ഇങ്ങനെയുള്ളതെല്ലാമാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് വരുന്നത്. ഇങ്ങനെയാണ് 3 രീതിയിലുള്ള സോഫ്റ്റ്വെയറുകളാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കോണം കേട്ടോ. പിന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, അതാണ് ഈ ആൻറ്റിവൈറസ് അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ, അതൊക്കെയാണ് ബാക്കപ്പ് യൂട്ടിലിറ്റികൾ. പിന്നെ ഡയഗ്നോസ്റ്റിക് പ്രോഗ്രാംസ്, അതാണ് പവർ, സെൽഫ്, പോസ്റ്റ്, അതുപോലെ തന്നെ നോട്ട് ആൻഡ് സിസ്റ്റം, സാൻഡ് ഡിസ്ക്, ഇതൊക്കെ അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതിക്കോണം, വായിച്ചോണം. ഇത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ളതുകൊണ്ട് എന്താണെന്നുള്ളത് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഇത് വായിച്ചാൽ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. പിന്നെ പെർവേഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാലോ കമ്പ്യൂട്ടർ വൈറസുകൾ, വേം, ടൂർജൻ ഹോൾസ്, റൂട്ട് കിറ്റ്സ്, ട്രാപ്പ് ടൂർ, ഇങ്ങനെയുള്ള ലോജിക് ബോംബ്, പിന്നെ പിന്നെ സ്പൈവെയർ, ഇതൊക്കെ ഓരോ വൈറസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയൊക്കെ ഇതൊക്കെ വൈറസുകൾ ശരിക്കും എന്താണ്, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, വൈറസുകളാണ് അല്ലേ. മലീഷ്യസ് സോഫ്റ്റ്വെയറുകളാണ്, മാൽവെയറുകളാണ്, ഇതൊക്കെ എന്താണ്, ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ്. ഇത് നമ്മൾ ഏതെങ്കിലും സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ അത് നമ്മുടെ സൈറ്റ് വഴിയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തോട്ട് കയറുന്നത്. അതിൻ്റെ എങ്ങനെ അത് കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ ഓരോ പേരുകളും കൊടുത്തിരിക്കുന്നത് ആ വൈറസിന്. കണ്ടോ, വേം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം വൈറസിനോട് സിമിലർ ആണ്. ഇറ്റ് ഹാസ് എബിലിറ്റി ടു സെൽഫ് റീപ്ലിക്കേറ്റ്, അതിന് സ്വന്തമായിട്ട് ഇങ്ങനെ പെരുകാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു കോപ്പി മെയിൽ വഴി അറ്റാച്ച് ചെയ്ത് വരുവാണെങ്കിൽ അത് ഇനി പല സെക്ഷനിലേക്ക് മാർക്ക് ചെയ്ത് അത് അവിടെ തന്നെ ഇരുന്ന് കൂടും. ഇങ്ങനെയുള്ള ലോജിക് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു സെഗ്മെൻറ്റ് ഓഫ് പ്രോഗ്രാമിൻ്റെ ഒരു സെഗ്മെൻറ്റിനെ എന്തെങ്കിലും ഡിസ്ട്രോയ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കയറുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഡേറ്റ നശിപ്പിച്ച് കഴിയുമ്പോൾ അത് അവർക്ക് കിട്ടും ആ ഡേറ്റ. എന്നിട്ട് ആ ഡേറ്റ വെച്ചുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യും, ഇതുണ്ടോ കീ സ്ട്രോക്ക് ലോഗേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്യുന്നത്. ആ ഡേറ്റ വെച്ചുകൊണ്ട് നമ്മളോട് ഇത് ഓൺലൈൻ വഴിയുള്ളതാണ്. എന്നിട്ട് നമ്മളോട് ക്രെഡിറ്റ് കാർഡ് ഫോർഡുകളാണ് ഇവർ. എന്നിട്ട് നമ്മൾ ഡേറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ക്യാഷ് കൊടുത്താൽ നമ്മുടെ ആ ഡേറ്റ തരാമെന്ന് പറയും. വലിയ കമ്പനികളിലൊക്കെയാണ് ഇതൊക്കെ കൂടുതൽ അറ്റാക്കുകൾ വരുന്നത് കേട്ടോ. ഇനി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളാണ് ഫ്രീ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. സോഴ്സ് കോഡ് ഫ്രീ, അതുപോലെ തന്നെ വർക്കുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അങ്ങനെയുള്ളതിനെയാണ് ലൈസൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളതാണ് ഫ്രീ. PHP, ലിനക്സ്, അതുപോലെ തന്നെ അപ്പാച്ചെ, MySQL, ടോം ക്യാറ്റ്, ഇതൊക്കെ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ കേട്ടോ. ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ മോസില്ല ഫയർഫോഴ്സ് ആണ് അങ്ങനെ വരുന്നത്, നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാതെ വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി